CBSE 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് അറിഞ്ഞിരിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. റിസൾട്ട് വന്ന് 1 മണിക്കൂറിന്റെ ഉള്ളിൽ എനിക്ക് ഒരു 18ഓളം കോൾ വന്നിട്ടുണ്ട്. ഈ 18 പേരും രക്ഷിതാക്കളാണ്. CBSE റിസൾട്ട് അറിഞ്ഞ് അവരുടെ മക്കളുടെ റിസൾട്ട് അറിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു 18 പേരൻസ് ആണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഈ 18 പേരുടെ ആവശ്യം എന്താണെന്ന് അറിയാമോ? നാളെ തന്നെ അപ്പോയിൻമെന്റ് വേണം. കുട്ടികളുടെ കരിയർ ഇനി ഏതാണ്, 11th 12th ഏത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടി നാളെ തന്നെ ഒരു അപ്പോയിൻമെന്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ 18 പേരും എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് കുട്ടി ഏത് കോഴ്സ് എടുക്കണ്ടേ, കുട്ടി ആരാണെന്നറിയില്ല, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, കുട്ടിയുടെ ഒരു എബിലിറ്റി എന്താണെന്ന് അറിയില്ല, ഓറിയന്റേഷൻ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് ഫോണിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? അതുകൊണ്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠനം കഴിഞ്ഞ, അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച്, ഹയർ സ്റ്റഡീസിനെ കുറിച്ച് സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥി, അത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും, നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് റിസൾട്ട് വന്ന ദിവസമോ അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്നതിന്റെ തലേ ദിവസമോ അല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കിട്ടുന്ന ജോലിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. നല്ല കരിയർ കിട്ടിയ ആളുകളെല്ലാം തന്നെ അവരുടെ കരിയറിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. എക്സാമിന് മുൻപേ, പരീക്ഷയ്ക്ക് എല്ലാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കരിയർ സെലക്ഷൻ. ആ കരിയർ സെലക്ഷൻ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് വന്ന ഉടനെ ഒരു ആവേശത്തിലൊന്നും തീരുമാനിച്ച് എടുക്കേണ്ട കാര്യം അല്ല. ഇത് പലവട്ടം പല ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻ്റെ മറ്റു വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എത്ര വട്ടമാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ മലയാളി രക്ഷിതാക്കൾ, ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ഓളത്തിൽ അങ്ങനെ പോവുകയാണ്. റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടപ്രദക്ഷിണ. നിങ്ങൾ നേരത്തെ ആലോചിക്കൂ. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ അറിയുന്ന പല ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വിചാരിച്ച ജോലി കിട്ടാത്തത്. അഥവാ നല്ല കോഴ്സ് പഠിച്ചെങ്കിലും ആഗ്രഹിച്ച പോലെ കരിയർ സക്സസ് ലഭിക്കാത്തതിന്റെ കാരണം ഈ പറയുന്ന ടെംപ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പൾസീവ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതുകൊണ്ടാണ്. ഇനി പഠിക്കുന്ന കുട്ടികളെങ്കിലും നിങ്ങളുടെ അടുത്ത മാർച്ചിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അതിനു മുമ്പെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനത്തിലേക്ക് എത്തുക. അതിനാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും നാളെ അഡ്മിഷൻ, അതിനുവേണ്ടി ഇന്ന് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്ലാൻ വൈസ്ലി, പ്ലാൻ ഏർലി. നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. അപ്പൊ ഈ വർഷം CBSE പരീക്ഷ പാസ്സായ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കരിയർ സെലക്ഷൻ കൃത്യമാവട്ടെ എന്ന് ഇനി പ്രതീക്ഷിക്കാനേ സാധിക്കുള്ളൂ. കാരണം സമയമില്ല.